സംസ്ഥാന ബിജെപിക്ക് ഇത് പ്രതീക്ഷയുടെയും പ്രതിസന്ധിയുടെയും കാലഘട്ടമാണ്. ഈ അവസരത്തിൽ ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായ വി മുരളീധരൻ നമ്മളോടൊപ്പം ചേരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ചുരുങ്ങിയ നാളുകളേ ഉള്ളൂ. പാർട്ടി അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ്റെ സന്ദർശനത്തിന് ശേഷം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പാർട്ടി കൺവീനർമാരെയും മുതിർന്ന നേതാക്കന്മാരെ അതിൻ്റെ മണ്ഡലത്തിൻ്റെ പ്രഭാരിമാരായിട്ടും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വളരെ ശക്തമായ രീതിയിൽ പാർട്ടി മുന്നോട്ട് പോകുമ്പോഴാണ് പാർട്ടിയിൽ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അത് പാർട്ടിയുടെ പ്രതിച്ഛായക്ക് കളങ്കം വരുത്തിയിട്ടുണ്ട്. അതിൽ എന്താണ് വാസ്തവം എന്നുള്ളത് പാർട്ടി വേദികളിൽ ചർച്ച ചെയ്ത് അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അഴിമതിക്കാരെയും, അഴിമതി അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പാർട്ടിക്കുള്ളിൽ നിന്നാണ് പുറത്തു പോയിട്ടുള്ളതെങ്കിൽ അതിന് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരെയും, അവർ രണ്ടുപേർക്കും എതിരായിട്ട് കർശനമായിട്ടുള്ള നടപടിയെടുക്കും. ഇത്തരത്തിലുള്ളൊരു വിവാദം പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വളരെ മോശമായ രീതിയിൽ ഉണ്ടാക്കിയില്ല. കാര്യം കേന്ദ്രത്തിൽ അഴിമതിക്കെതിരെ പോരാടുന്ന വളരെ ശക്തമായ രീതിയിലൊരു സർക്കാരുള്ളപ്പോൾ സംസ്ഥാനത്ത് കോഴ വാങ്ങിയെന്ന് പറയുന്നത് സ്വാഭാവികമായും അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കില്ലേ? അല്ല, ഇതിൽ ഒന്നാമത്തെ കാര്യം, ഇതിൽ പാർട്ടിക്ക് പങ്കുണ്ടോ എന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോഴ വാങ്ങിയതിൻ്റെ ഫലമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആനുകൂല്യം ലഭിച്ചു എന്നോ ഒരാരോപണവും ഇതുവരെ വന്നിട്ടില്ല. മാധ്യമങ്ങളിൽ പല വാർത്തകൾ വരുന്നുണ്ടാവും, അതൊരു വലിയ കാര്യമില്ല. കാരണം ഇതിൽ ആർക്കും ഈ കോഴ നൽകിയെന്ന് പറയുന്ന ആൾക്കൊരു ആനുകൂല്യം ഇതിൻ്റെ ഫലമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിനോ ഈ കോഴ വാങ്ങി എന്ന് പറയുന്ന ആളുകൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഫലപ്രദമായില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തി ഒരാളെ തെറ്റിദ്ധരിപ്പിച്ച് അയാൾ പണം കൈപ്പറ്റി. എന്തടിസ്ഥാനത്തിൽ അയാൾ പണം കൊടുത്തു, ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചു, അതൊക്കെ വിശദമായിട്ട് അന്വേഷിക്കേണ്ട വിഷയമാണ്. എന്തായാലും ഇതുമായിട്ട് ബന്ധമുണ്ട് എന്ന് പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള ആളെ പാർട്ടി നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള പ്രതിച്ഛായ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള സംഘടനയ്ക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്ന് വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ പാർട്ടി ജനകീയ പ്രശ്നങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അതായത് ഈ കോഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിപ്പിക്കാം, ഒരു നടപടിയോടുകൂടി അവസാനിച്ചു, അന്വേഷണ റിപ്പോർട്ടിൻ്റെ പരിധി കഴിഞ്ഞു എന്നാണ്. അല്ല, അന്വേഷണ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അന്വേഷണ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞില്ല ഇതൊക്കെ റിപ്പോർട്ട് പാർട്ടിയുടെ ബന്ധപ്പെട്ട വേദിയിൽ അവതരിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതവിടെ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഘട്ടത്തിലേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, ഈ പ്രശ്നത്തിൽ പാർട്ടിയുടെ ഈ കോഴ വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾ അതിന് ഉത്തരവാദിയാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ആൾക്കെതിരായിട്ട് നടപടിയെടുക്കുകയാണ്. അതിനോട് ഞാൻ യോജിച്ചതുകൊണ്ട് ഞാൻ അദ്ദേഹം എടുത്തിട്ടുള്ള നടപടി പൂർണ്ണമായിട്ടും ശരിയാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ടെലിഫോണിലൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമല്ല. അത് പാർട്ടിയുടെ വേദിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ചർച്ച ചെയ്യും. ഈ നടപടിയോടുകൂടി പ്രശ്നങ്ങൾ തീരും എന്നങ്ങ് കരുതുന്നുണ്ടോ? അല്ല, നടപടിയോടുകൂടി അല്ലല്ലോ പ്രശ്നങ്ങൾ തീരുക. കാരണം ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നടപടി ഉണ്ടാവുക. അപ്പോൾ പ്രശ്നം അവസാനിപ്പിക്കാനാണല്ലോ നടപടി. ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ആരോപണം ഉയർന്നു വരിക, പാർട്ടി ഒരു കമ്മീഷനെ വെക്കുക, ആ ആരോപണത്തിൽ ഒരാളെ മാത്രം നടപടിയെടുക്കുക, അതിൽ പേര് പരാമർശിച്ചിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിൽ വന്ന മറ്റുള്ളവരെ പുറത്ത് മാറ്റി നിർത്തുക, അവരെ സംരക്ഷിക്കുക, അതൊരു പാർട്ടിക്ക് ചേരുന്ന നിലപാടാണ്. അല്ല, അങ്ങനെ ഈ ആരുടെയൊക്കെ പേര് വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ പേര് വന്നു എന്ന് മാധ്യമങ്ങൾ പറയുന്ന ആളാണ്. മാധ്യമങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണം എന്ന് ആർക്കും ആവശ്യപ്പെടാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ട് നേരിട്ട് കാണട്ടെ, പാർട്ടി വേദിയിൽ ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ അതിലെന്തെങ്കിലും ഇപ്പോൾ ചെയ്തത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ പാർട്ടി തന്നെ തീരുമാനിക്കുമല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP കൃത്യമായൊരു വളർച്ച ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി BJPയുടെ പ്രവർത്തനം അല്പമെങ്കിലും പിന്നോട്ട് പോയിട്ടുണ്ട്. ഒട്ടുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതിന് ശേഷം, അതിനുശേഷം ശ്രീ കുമ്മനം രാജശേഖരൻ പ്രസിഡൻ്റായതിനു ശേഷം കേരളത്തിലെ നിരവധി ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർച്ച അത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതിനേക്കാൾ
നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും യാതൊരു തർക്കവും അഭിപ്രായ വ്യത്യാസവും ഒന്നും പാർട്ടിക്കകത്ത് ആർക്കുമില്ല. മാത്രമല്ല, പൊതുജനങ്ങൾക്കുൾപ്പെടെ പുതിയ നിരവധി ജനവിഭാഗങ്ങൾ, CPM-ഉമായിട്ട് അസംതൃപ്തരായിട്ടുള്ള ജനവിഭാഗങ്ങൾ, ആ ജനവിഭാഗങ്ങളടക്കം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അടുത്തു വരുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഇതൊരു താൽക്കാലികമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിവാദം എന്നുള്ള നിലയിൽ ഈ വിവാദത്തെ മറികടക്കാൻ പാർട്ടിക്ക് സാധിക്കും. ഇതിൽ കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാർട്ടി ചെയ്യില്ല. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലും അമിത്ഷാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടിക്ക് അഴിമതിക്കാരെ സംരക്ഷിച്ചുകൊണ്ടോ പാർട്ടി വിരുദ്ധ നിലപാടുകൾ അല്ലെങ്കിൽ നടപടികൾ എടുക്കുന്ന ആൾക്കാരെ സംരക്ഷിച്ചുകൊണ്ടോ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ലോക്സഭയിൽ വരെ ഇന്നലെ ഈ വിഷയം ഉന്നയിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. കേരളത്തിൽ നിന്നുള്ള ഒരു കോഴ ആരോപണം ലോക്സഭയിൽ അത് കേന്ദ്ര സർക്കാരിനും നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. അല്ല, അത് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചോളം ഏത് കച്ചിത്തുരുപ്പിൻ്റെ മുകളിലും പിടിച്ചു തൂങ്ങുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. കാരണം അവരെ സംബന്ധിച്ചോളം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുള്ള വലിയ തിരിച്ചടി, അവരുടെ അണികളിൽ നിന്നടക്കം വോട്ട് ചോരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് തൽക്കാലം മുഖം രക്ഷിക്കാൻ എവിടുന്നോ കിട്ടിയ ഏതൊരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യല്ലേ വേണ്ടത്? കേരളത്തിൽ CPM ഭരിക്കുന്ന സംസ്ഥാനമല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം അന്വേഷിച്ച് കണ്ടെത്താവുന്ന തരത്തിലുള്ള തെളിവുകളുള്ളതായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെ ബോധ്യമായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർലമെൻറ്റിൽ 2 ദിവസം ബഹളം ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കും. അത് ഇനിയും കഴിഞ്ഞ കാലങ്ങളിൽ അവർ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. മുഴുവൻ സമ്മേളനം അടക്കം ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ലാതെ അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ അലങ്കോലപ്പെടലും വസ്തുതകളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അത് പ്രതിപക്ഷത്തിന് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി. നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കേന്ദ്ര നേതാക്കളെ അങ്ങ് അറിയിക്കും? അല്ല, അവർക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ല. പാർട്ടിയുടെ സംവിധാനം ഉണ്ടായിരുന്നു. ഇന്ന് പാർട്ടിയുടെ മുഖപത്രത്തിൽ വന്നിരിക്കുന്നത് വിജിലൻസ് അന്വേഷണം മാത്രം ഇതിന് പര്യാപ്തമല്ല, ഒരു NIA അന്വേഷണം തന്നെ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആര് ലേഖനത്തിൽ? അതെനിക്ക് പാർട്ടിയുടെ മുഖപത്രം എന്ന് പറഞ്ഞൊരു മുഖപത്രമില്ല. പാർട്ടിയുടെ മുഖപത്രം ചിതിയാണ്. ചിതിയിലൊന്നും വന്നിട്ടില്ലല്ലോ. ജന്മഭൂമിയിൽ ഒരു ലേഖനം BJPയുടെ അനുഭവം പ്രകടിപ്പിക്കുന്ന പത്രമാണ്. ജന്മഭൂമിക്ക് ജന്മഭൂമിയുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. അതിൽ ലേഖനം എഴുതുന്ന ആൾക്ക് അയാളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. അത് ഞാൻ വായിച്ചിട്ടില്ല. അതിലെന്താ ലേഖനത്തിൽ ആരാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത്തരത്തിലുള്ള ആളുകളെ കരുതിയിരിക്കണം. പാർട്ടി രഹസ്യങ്ങൾ ചോർത്തുന്ന ആൾക്കെതിരെ നടപടി വേണമെന്ന്. തീർച്ചയായിട്ടും പാർട്ടി രഹസ്യങ്ങൾ ചോർത്തുന്ന ആളുകൾക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം. എന്നാൽ ഈ പ്രതിസന്ധി വേഗത്തിൽ തന്നെ അങ്ങ് പരിഹരിക്കാൻ പറ്റും എന്ന് കരുതുന്നു? തീർച്ചയായിട്ടും പരിഹരിക്കാൻ പറ്റും. പാർട്ടി ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യും? അല്ല, പാർട്ടി ചർച്ച ചെയ്യേണ്ട എല്ലാ വിഷയങ്ങളും, പൊതുപ്രശ്നങ്ങളും സംഘടനാ വിഷയങ്ങളും ഒക്കെ പാർട്ടി ചർച്ച ചെയ്യുമല്ലോ. എല്ലാ കാലത്തും ചർച്ച ചെയ്തിട്ടുണ്ട്, ഇനിയും ചർച്ച ചെയ്യും. സ്വാഭാവികമായിട്ട് പാർട്ടി വെച്ചൊരു അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ട് പ്രസിഡന്റ് ഈ അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ടോ ഇല്ലയോ ഇതൊന്നും എൻ്റെ അറിവിലുള്ളതല്ല. ഒന്നാമത്തെ കാര്യം, ഇതിലൊരു പരാതിയുണ്ടോ, അങ്ങനെ ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല. പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് നടപടി വല്ലതും എടുത്തിട്ടുണ്ടോ എനിക്കറിയുന്നൊരു വിഷയമല്ല. അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എന്താണ്? ഇത് മൂന്നും ഇന്ന് വരുമ്പോഴല്ലേ അറിയുള്ളൂ. താങ്കൾ BJPയുടെ ഒരു ശക്തനായ ഒരു മുതിർന്ന നേതാവാണ്. താങ്കൾ പോലും അറിയാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ? അങ്ങനെയല്ല, എനിക്ക് സംഘടനാ തലത്തിലുള്ള എൻ്റെ ചുമതല കേരളത്തിലല്ല, ഇപ്പോൾ കേരളത്തിന് പുറത്താണ്. അതുകൊണ്ട് കേരളത്തിലെ സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് അറിയാനുള്ള അവസരം ഇന്നത്തെ യോഗത്തിലുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നത്.